അകത്തും പുറത്തും എല്ലാം ചൂടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുന്നവരുടെ കാര്യം ഭയങ്കര ടാസ്ക്കാണ് അല്ലേ. കാര്യം എന്തൊരു ചൂടാണ്, നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിടാന്ന് വിചാരിച്ചപ്പോൾ പൊന്നൊരു ലിസ്റ്റായിട്ട് വരുന്നു. വേറെ ഒന്നുമല്ല, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ലിസ്റ്റായിരുന്നു കേട്ടോ. എന്നാൽ അത് വിഷ്ണൻ്റെ കൊടുത്തയക്കാന്ന് വിചാരിച്ചപ്പോൾ തന്നെ വേണ്ട പുറത്തത്തെ ചൂട് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ ഒരാൾ അകത്തോട്ട് ഓടിക്കയറിയായിരുന്നു. ഈ ചൂടത്ത് പുറത്തൊന്നും പോകണ്ട, നീയും പോകണ്ടെന്ന് ഏട്ടൻ എന്നോട്. എന്നാൽ പിന്നെ വേണ്ട, ഞാൻ പോയിട്ട് വരാട്ടാന്ന് പറഞ്ഞ് നേരെ റെഡിയാവാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഫേസസ് കാനഡ മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്കൊരു 12 മണിക്കൂർ മാറ്റ് ഫിനിഷിംഗ് കിട്ടും. അതുപോലെ തന്നെ നല്ല കിടിലനായിട്ടുമാണ് കേട്ടോ. പിന്നെ ലേശം ഫൗണ്ടേഷനും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തു. അത് ജസ്റ്റ് ഫേസിലൊക്കെ കൂടെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല, കൈവച്ച് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു 3-in-1 ഫൗണ്ടേഷൻ ആണ് കേട്ടോ. മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീം, അതുപോലെ തന്നെ 10 മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. മുടി വെട്ടിയതുകൊണ്ട് നമുക്ക് കെട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുടിയും കൂടെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മേക്കപ്പ് ഫിക്സർ ഒന്നും കൂടെ യൂസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും സെറ്റായിട്ട് ഇളകാതെ അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഫേസിന് നല്ല അടിപൊളി ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും കൂടെ കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാം. ഞങ്ങൾ 4 പേരും കൂടെ ആണ് കേട്ടോ പുറത്തോട്ട് പോകുന്നത്. പുറത്തൊക്കെ നല്ല വെയിലാണ്, പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ പോകേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ആദ്യം പോകുന്നത് കണ്ണമോൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അമ്പലപ്പുഴ വന്നു, കണ്ണമോൻ്റെ മുടിയെല്ലാം വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ അവരെ ഇരുത്തിയിട്ട് ഞാൻ നേരെ പച്ചക്കറി വാങ്ങിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പുറത്ത് വന്ന് നമ്മുടെ അവിടെ അരിപ്പുറത്ത് കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ നേരെ നടന്ന് പോകണം കേട്ടോ. ഈ ഒരു വെയിലത്ത് എൻ്റെ മേക്കപ്പിന് യാതൊരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്തുണ്ടായിട്ട് നമ്മളതൊന്നും അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കരിക്ക് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. മോമോസൊക്കെ നല്ല ചൂട് മോമോസ് ആയിരുന്നു കേട്ടോ ഈ ചൂട് സമയത്തും. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് വീട്ടിലോട്ട് പോരുമ്പോഴും എൻ്റെ ഒരു ഫ്രഷ് ലുക്ക് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അബി വരുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക്. അത് കാരണം നേരെ അബിയുടെ കൂടെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതും നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും വിഷ്ണുവിനും അവരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ കണ്ടില്ല. പിന്നെ അവിടെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അമ്മയോട് ജസ്റ്റ് വർത്താനം പറഞ്ഞ് നമ്മൾ അകത്തോട്ട് വന്നു. നേരെ പുറത്ത് പോകുന്നത് ഞാൻ ആദ്യം തന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് കയ്യും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാച്ചൊക്കെ ഊരി വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകാമെന്ന് കരുതി കേട്ടോ. സത്യം പറഞ്ഞാൽ മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ കണ്ണാടിക്ക് നോക്കുമല്ലോ, അത് നോക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. എനിക്ക് വേറെ ഒന്നുമല്ല, ഇത്രയും ഞാൻ പുറത്തൊക്കെ പോയി വന്നിട്ട് എൻ്റെ മേക്കപ്പ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടിഷ്യൂലൊരു തുള്ളി പോലും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2 സൈഡൊക്കെ വെച്ച് കുറേ നേരം കമ്മിക്ക് നോക്കി ഇല്ലായിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാൻ തിരിച്ച് പുറത്തോട്ട് വന്നപ്പോഴത്തേന് ദേണ്ട വിഷ്ണുവേട്ടൻ നമ്മുടെ വെയിലത്ത് തുണി ഉണക്കാൻ ഇടുമല്ലോ, അതുപോലെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ്റെ വക നീ പുറത്ത് പോയില്ലേ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമായിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്ക പർപ്പിളിലും എല്ലാം നമുക്ക് ഈ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ചെക്ക് ചെയ്ത്